ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും അടിപൊളിയല്ലേ? അങ്ങനെ ഞങ്ങൾ കാത്തി ഞങ്ങളുടെ സെംബ്രേക്ക് കിട്ടി. ഇതിന്റെ ഓട്ടപ്പാച്ചിലാട്ടോ എല്ലാവരും. എക്സാം കഴിഞ്ഞ് വന്നത് ഞങ്ങൾ ഈ വാർത്ത കേൾക്കുന്നത്. ദോഷത്തിന്റെ അളവ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ഒരു ലീവിന് വേണ്ടി ഞങ്ങൾ സ്റ്റാഫ് റൂം കയറി ഇറങ്ങാത്ത ദിവസം ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 20 ദിവസം ലീവ് കിട്ടി. പിന്നെ ഒന്ന് നോക്കിയില്ല, കൂടും കുടുക്കിയെടുത്ത് ഞങ്ങൾ ഇറങ്ങി. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയോട്ട് തന്നെ കുറച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ കിട്ടി രാവിലത്തെ ഉച്ചക്കത്തെയും കൂടി ഉച്ചയ്ക്ക് അങ്ങ് തട്ടാന്ന്. ഊബർ ബുക്ക് ചെയ്ത് ലൊക്കേഷൻ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ടോപ്പ് മാറിപ്പോയ സത്യം. ഇവളാണ് ഞങ്ങൾക്ക് ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ പിന്നെ നോക്കിയാൽ അവിടുന്ന് വേറെ ലൊക്കേഷൻ ഇട്ട് അങ്ങോട്ടേക്ക് ഞാൻ നടന്നു. വീട്ടിലോട്ട് പോകാനുള്ള സന്തോഷത്തിൽ രാവിലെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചത് കൂടി അത് ഇങ്ങനെ ഒരു പണി വരുമെന്ന് വിചാരിച്ചില്ല. നല്ല വിശപ്പ് വേറൊന്നുമില്ല ഗൈസ്, വിശപ്പെന്ന് അലച്ച് വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞ അവിടെ കടയുണ്ട് മോളെ അവിടെ പോയി കഴിക്കാൻ. ലൊക്കേഷൻ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ വീണ്ടും 3G ആയി. ഞങ്ങൾ ഉദ്ദേശിച്ച കട അത് തന്നെ ആയിരുന്നു. പിന്നെ വിശപ്പ് കാരണം പിന്നെ ഒന്നും നോക്കില്ല, തൊട്ടപ്പുറത്തെ വയനാട്ടിൽ കയറി. അതിലോട്ടെ ഫുള്ള് 3G ആണല്ലോ ആലോചിച്ചാൽ ഞാൻ അവിടെ ഇരുന്നത്. ഇറങ്ങിയപ്പോ മഴ, ഷോപ്പ് മാറിപ്പോയി, എന്തൊക്കെയാണോ എന്തോ. എന്തായാലും ആ ഹോസ്റ്റലിൽ നിന്ന് അനങ്ങാത്ത ശരീരം ഇന്ന് കുറച്ച് നല്ലപോലെ അനങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി പൊറോട്ടയും ചിക്കൻ കറി ഓർഡർ ആക്കി. ഈ പടം എങ്ങനെ തിന്നെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് തിന്നാറ്. പൊറോട്ട കിട്ടിയോടെ ഞാൻ അറിഞ്ഞം പറഞ്ഞു ഞാൻ ഒന്ന് നോക്കിയത്, ഞാൻ അങ്ങ് വലിച്ചു കയറും. എന്നിട്ട് ഞാൻ അത് കറി മുക്കി തിന്നും. അതാ എന്റെ മെയിൻ ഹോബി. വല്ലാത്തൊരു സൈക്കോപാത്താണല്ലേ. അങ്ങനെ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അവിടെ പിന്നെ ഞങ്ങൾ 3 വഴിക്കായിട്ട് അങ്ങ് പിരിയും. എന്റെ വഴി എങ്ങോട്ടാന്ന് ഞാൻ അടുത്ത വ്ലോഗിൽ പറയാവേ.